അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ് സാലിഹീൻ ക്ലാസ് 50. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റിയാദുസ് സാലിഹീൻ 50ാമത്തെ ക്ലാസ്സാണ്. ആരാധനയിൽ മിതത്വം പാലിക്കുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഹദീസ് അൻ അബീ റിബീഇൻ ഹൻദലത്ത് ബിൻ റബീഉൽ ഉസൈദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അൽ കാത്തിബി അഹദി കുത്താബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരിൽ പ്രമുഖനാണ് അദ്ദേഹം. ഖാല, അദ്ദേഹം പറയുകയാണ്, ലഖിയനി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം എന്നെ കണ്ടു. ഫഖാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കൈഫ അൻത യാ ഹൻദല, ഹൻദല എന്തുണ്ട് വിശേഷം? ഒരു ദിവസം എന്നെ കണ്ടു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ. ആ സമയത്ത് എന്നോട് ചോദിക്കുകയാണ്, എന്തുണ്ട് ഹൻദല വിശേഷം? ഖുൽതു, ഞാൻ പറഞ്ഞു, നാഫക ഹൻദല, ഹൻദല മുനാഫിഖായിരിക്കുന്നു, ഹൻദല കപടനായിരിക്കുന്നു. ഖാല, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ തഖൂൽ, സുബ്ഹാനല്ലാഹ് താങ്കൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത്? ഖുൽതു, അപ്പം ഞാൻ വിശദീകരിച്ചു, നകൂനു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദക്കിറുനാ ബിൽ ജന്നത്തി വന്നാരി കഅന്നാ റഅയൈനിൻ ഫൈദാ ഖറജ്നാ മിൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസഫനൽ അസ്വാജ വൽ ഔലാദ വല്ലൈആതി നസീനാ കസീറൻ. ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു പറയുകയാണ്, നകൂനു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദക്കിറുനാ ബിൽ ജന്നത്തി വന്നാരി കഅന്നാ റഅയൈനിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കും. ആ സമയത്ത് അത് കണ്ണിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. കഅന്നാ റഅയൈനിൻ, കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഫൈദാ ഖറജ്നാ മിൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് പുറത്തു വന്നാൽ ഭാര്യമാരോടും സന്താനങ്ങളോടും മറ്റ് ജീവിതോപാധികളുമായി ബന്ധപ്പെടുമ്പോൾ നസീന കസീറൻ, അവയിലധികവും നാം മറന്നുപോകുന്നു. അവയിലധികവും മറന്നുപോകുക. പിന്നെ വീട്ടിൽ വന്ന് ഭാര്യൻ്റെയും മക്കളെയും അതുപോലെ മറ്റ് ജീവിതോപാധികളുടെയൊക്കെ കൂടെയാകുമ്പോൾ അധികരിച്ചോ നമ്മൾ മറന്നു പോകുന്നു. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി ഇന്നാ ലനൽകാ മിസ്ല ഹാദാ, അല്ലാഹുവാണ്, ഞങ്ങളും ഇതുപോലെ തന്നെയാണല്ലോ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാ ഞങ്ങളും. നബി തങ്ങളുടെ അടുത്ത് വെച്ച് സ്വർഗം പറയുമ്പോൾ നരകം പറയുമ്പോൾ അത് ഓർമ്മയുണ്ടാകും. പിന്നീട് അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ചിന്ത മാറിപ്പോകുന്നു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുക, അങ്ങനെ ഞങ്ങളെ അവസ്ഥ. അങ്ങനെ ഫന്തലക്തു അന അബൂബക്കറിൻ, അങ്ങനെ ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും, അങ്ങനെ ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പോയി. ഹത്താ ദഖൽനാ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഫഖുൽതു, ഞാൻ പറഞ്ഞു, അങ്ങനെ നബി തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ, അവിടെ എത്തിയപ്പോൾ എന്താക്കി, ഞാൻ പറഞ്ഞു, നാഫഖ ഹൻദലതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഹൻദല മുനാഫിക്കായി പോയി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ദാക, അതെങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, നകൂനു ഇൻദക നുദക്കിറുനാ ബിന്നാരി വൽ ജന്നത്തി ഫകഅന്നാ റഅയൽ ഐനി ഫൈദാ ഖറജ്നാ മിൻ ഇൻദിക ആസഫനൽ അസ്വാജ വൽ ഔലാദ വല്ലൈആതി നസീനാ കസീറൻ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് സ്വർഗത്തിനെ പറ്റി നരകത്തെ പറ്റി പറയുന്ന സമയത്ത് അവ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ നബി തങ്ങളുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലെത്തി ഭാര്യ സന്താനങ്ങളോടും മറ്റ് ജീവിതോപാധികളോടും ബന്ധപ്പെടുമ്പോൾ അവയിലധികവും ഞങ്ങൾ മറന്നുപോകുന്നു. അതാണ് തങ്ങളെ ഞാൻ ഹൻദല മുനാഫിക്കായി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ ബിനഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെ സത്യം.
ലൗ തദു അൻ ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി വഫി الذിക്രി ലസാഫഹതുകുമുൽ മലായികതു അലാ ഫുർഷികും വഫി തുർക്കികും. അപ്പം നബി തങ്ങൾ സത്യം ചെയ്ത് പറയുകയാണ്, എൻ്റെ അടുത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥയിലും ദിക്റിലും നിങ്ങൾ എപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് നിന്നുള്ള അതേ അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുക, അതിൻ്റെ മേലെ നിങ്ങൾ നിത്യമാവുകയാണെങ്കിൽ ലസാഫഹതുകുമുൽ മലായികതു അലാ ഫുർഷികും, നിങ്ങളെന്താക്കും, മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും, അലാ ഫുർഷിക്കും വഫി തുർക്കിക്കും, നിങ്ങളുടെ വഴികളിലും നിങ്ങളുടെ വിരിപ്പിലും ഒക്കെ പോലും നിങ്ങളെ മുസാഫഹത്ത് ചെയ്യും. ലാക്കിൻ യാ ഹൻലലതു സഅതൻ വസഅ, എന്നിട്ട് നബി തങ്ങൾ പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ യാ ഹൻലല, ഓ ഹൻലലെ, സഅതൻ വസഅ, കുറച്ച് സമയം ആരാധനാ കാര്യങ്ങൾക്കും കുറച്ച് സമയം ജീവിത പ്രശ്നങ്ങൾക്കും ഉപയോഗപ്പെടുത്തുക. അവിടുന്ന് ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു. സലാസ മറാത്ത് 3 തവണ നബി തങ്ങൾ പറയുകയാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞ അതേ കാര്യമെങ്ങാനും എല്ലാ സമയത്തും നിത്യമാക്കുകയാണെങ്കിൽ, അതേ ഒരു ചിന്തയും അതേ ദിക്റും ആവുകയാണെങ്കിൽ, നിങ്ങളുടെ വഴികളിലും എല്ലാ സ്ഥലങ്ങളിലും മലായിക്കത്ത് നിങ്ങളെ മുസാഫഹത്ത് ചെയ്യുമായിരുന്നു. അനിബിനി അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ബൈനമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇദാ ഹുവ ബിറജുലിൻ ഖായിമിൻ, ഒരു റജുൽ ഇങ്ങനെ നിൽക്കുക, ഒരാൾ ഇങ്ങനെ എഴുന്നേൽക്ക് നിൽക്കുന്നത് നബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫസഅല അൻഹു, അപ്പോൾ അയാളെ കുറിച്ച് നബി തങ്ങൾ ചോദിച്ചു. ഫഖാലു, അപ്പോൾ സദസ്യര് പറഞ്ഞു, അബൂ ഇസ്രായേൽ, അത് അബൂ ഇസ്രായേൽ, അയാളുടെ പേര് അബൂ ഇസ്രായേൽ, അയാളുടെ പേര് യുസൈർ എന്നാണ്, അൻസാരിയായ സ്വഹാബിയാണ് അദ്ദേഹം. നദറ അൻ യഖൂമ ഫി ശംസി വലാ യഖഉദ, അദ്ദേഹം വെയിലിൽ നിൽക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. വലാ യഖഉദ, അയാൾ ഇരിക്കൂല. അതേ പ്രകാരം തന്നെ വലാ യസ്തളില്ല, അതുപോലെ തണൽ കൊള്ളാതിരിക്കാനും നേർച്ചയാക്കി. വലാ യതകല്ലമ, സംസാരിക്കാതിരിക്കാനും നേർച്ചയാക്കി. വയസൂമ, നോമ്പനുഷ്ഠിക്കാനും നേർച്ചയാക്കി. അയാള് വെയിലിൽ നിൽക്കാനും തണൽ കൊള്ളാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും നോമ്പനുഷ്ഠിക്കാനും നേർച്ചയാക്കിയ ആളാണ് അയാൾ എന്ന് സദസ്യര് മറുപടി നൽകി. വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറൂഹു, നിങ്ങൾ അയാളോട് കൽപ്പിക്കുക. എന്താ കൽപ്പിക്കേണ്ടത്? ഫലിയതകല്ലം, അയാൾ സംസാരിക്കട്ടെ, സംസാരിക്കാൻ വേണ്ടി. വലിയസ്തളില്ല, അതേ പ്രകാരം തന്നെ ഇരിക്കാൻ വേണ്ടിയും, അതായത് തണലത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയും. വലിയുത്തിമ്മ സൗമഹു, അദ്ദേഹത്തിന് നോമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയും കൽപ്പിക്കുക. അപ്പോൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടാത്തൊരു കാര്യവും നേർച്ചയാക്കരുത്, നമ്മളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആരാധനകളിലൊക്കെ മിതത്വം പാലിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഹദീസുകളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. ഇൻഷാ അള്ളാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.